സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിനിമ സ്റ്റേഷൻ ആൻഡ് ഇറ്റ്സ് മീ എനിക്ക്. സോ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ചൈനീസ് സിനിമയെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ബോക്സ് ഓഫീസിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ മുന്നേറുന്നത്. നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹോളിവുഡ് മൂവീസ് ആയിരിക്കും. എന്നാൽ ഈ ഹോളിവുഡ് മൂവീസിൻ്റെ പോലും പല റെക്കോർഡുകളും തകർത്തുകൊണ്ടാണ് ഈ സിനിമ മുന്നേറുന്നത്. അതായത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ഒരു ആനിമേഷൻ പടം എന്നുള്ള റെക്കോർഡ് ഈ ഒരു സിനിമയുടെ പേരിലാണ്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടെറിറ്ററിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സിനിമയും ഈ ഒരു സിനിമ തന്നെയാണ്. സോ നമ്മൾ പറഞ്ഞു വരുന്നത് 2019 റിലീസായ നെച്ച എന്ന് പറയുന്ന സിനിമയുടെ സീക്വലായിട്ട് ഈ വർഷം പുറത്തിറങ്ങിയ നെച്ച 2 എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. ഓൾറെഡി 1 ബില്യന് മുകളിൽ പടം കളക്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2 ബില്യൺ ആവാനായെന്ന് പോലും ഇപ്പോൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും കളക്ഷനിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ പോകുന്നത്. എന്തുകൊണ്ട് ഈ ഒരു ചൈനീസ് സിനിമകൾക്ക് ഇങ്ങനെ കളക്ഷൻ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരങ്ങൾ എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ചൈനയിലുള്ള ഒരു മാസീവ് പോപ്പുലേഷൻ തന്നെയാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് ഇത്രയും പോപ്പുലേഷൻ, എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് അത്രയും കളക്ഷൻ ഇല്ലയെന്ന് ചോദിച്ചാൽ അതിലൊന്നാമത്തെ കാര്യം ഈ ഒരു ലാംഗ്വേജ് പ്രോബ്ലമാണ്. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റിന് വേറെ വേറെ ലാംഗ്വേജ് ആയതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഉണ്ട്. എന്നാൽ ചൈനയിൽ എന്ന് പറയുന്നത് ഒറ്റ ലാംഗ്വേജ് തന്നെയായിട്ടാണ് ഓൾമോസ്റ്റ് പോകുന്നത്. പിന്നെ അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം, പാൻ ഇന്ത്യൻ റിലീസൊക്കെ ഉള്ളതുകൊണ്ട് ഓരോ സ്റ്റേറ്റിലും അതാത് ലാംഗ്വേജാണ് പോകുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കളക്ഷൻ കിട്ടുന്നില്ലെന്ന് വെച്ചാൽ, അതിൽ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇവിടെ സിനിമ കാണുന്ന ആൾക്കാർ ചൈനനെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. നമ്മുടെ ഹയ്യസ്റ്റ് ഫുട്ഫാൾ എന്ന് പറയുന്നത് 7 കോടി എന്തോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ അറിയാവുന്ന രീതിക്ക് നമ്മുടെ മിത്തോളജി ഒന്നും സിനിമയിൽ യൂസ് ചെയ്യുന്നില്ലെന്നുള്ളതും ഇതിനൊരു പ്രധാന കാരണമാണ്. കാരണം ഈ നെച്ച എന്ന് പറയുന്ന സിനിമയൊക്കെ ചൈനീസ് മിത്തോളജി യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ചൈനീസ് മിത്തോളജീനെ നല്ല രീതിക്ക് യൂസ് ചെയ്തു വരുന്ന സിനിമകളാണ്. അതുകൊണ്ട് തന്നെ ചൈനയിലുള്ള എല്ലാവരും കേട്ട് പഴകിയ ഒരു കഥയും അല്ലെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സും ആയതുകൊണ്ട് അവരത് നല്ല രീതിക്ക് ആഘോഷിക്കും. പക്ഷേ നമ്മുടെ ഇന്ത്യയിലും ഇങ്ങനെ മിത്തോളജി ഒന്നും ഇല്ലാണ്ടല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മിത്തോളജി ക്യാരക്ടേഴ്സും സ്റ്റോറീസൊക്കെ ഉള്ളത് നമുക്കാണ്. പക്ഷെ അതൊന്നും നമ്മൾ മര്യാദക്ക് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു സിനിമ ഇന്ത്യയിലൊന്നും റിലീസൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. റിലീസായെങ്കിൽ ഒന്ന് പോയി കാണണം എന്നൊക്കെ ഉണ്ടായി. പിന്നെ ഈ നെച്ച 2 എന്ന് പറയുന്ന ഈ സിനിമ എന്തായാലും ഇന്ത്യയിലൊന്നും ഉണ്ടാവില്ല. സോ പക്ഷേ നിങ്ങൾക്ക് നെച്ചയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വേണം എന്തായാലും ഈ സെക്കൻഡ് പാർട്ട് കാണാം. സോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തായാലും നെച്ചയുടെ ഫസ്റ്റ് പാർട്ട്, അതായത് 2019 റിലീസായ നെച്ച എന്ന് പറയുന്ന സിനിമ ഒന്ന് പോയി കാണാം. ഗംഭീര സിനിമയാണ്. ഓക്കെ, ഗംഭീരം എന്ന് വെച്ചാൽ കിടുക്കാച്ച്, നമ്മുടെ കണ്ണ് തള്ളുന്ന ചില വിഷ്വൽ ഫ്രെയിംസൊക്കെ ഈ ഒരു പടത്തിൽ വരുന്നുണ്ട്. സോ അത് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും സെക്കൻഡ് പാർട്ട് ഏത് ലെവലിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ടാവുന്നു. ഞാനിത് പറയാൻ കാരണം, എന്തായാലും ഇന്ത്യയിലൊന്നും ഈ ഒരു പടമൊന്നും ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കെന്തായാലും OTT വന്നിട്ട് തന്നെ കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു അറിയാലോ, ആ സ്ഥലങ്ങളിൽ വന്നിട്ടേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ നെച്ച എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ പാർട്ടിൻ്റെ പ്ലോട്ട് ഏറ്റവും ചുരുക്കി പറയുകയാണ്, തൻ്റെ 3-ാം ജന്മത്തിൽ സ്വർഗത്തിൽ നിന്നൊരു മിന്നൽ പിണർ തന്നെ തേടി വന്ന് നശിപ്പിക്കുമെന്ന ദൈവശാപവും പേര് നടക്കുന്ന വികൃതി പയ്യനായ നെച്ചയുടെ കഥയാണ് നെച്ചയുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടത്. ഇത് ഞാൻ ഏറ്റവും ചുരുക്കി 2 സെൻറ്റൻസിൽ പറഞ്ഞതാണ്. സോ കാണാത്തവരാണ് മസ്റ്റ് വാച്ചുകളാണ്, എന്തായാലും പോയി കാണാം. ശേഷം സെക്കൻഡ് പാർട്ട് OTTയിൽ ഡിജിറ്റലിയൊക്കെ വരുമ്പോൾ അതും കൂടിയും പോയി കാണാം. ഇപ്പോൾ ഞാനും കണ്ടിട്ടില്ല. സോ ഈ ഒരു പടത്തിനെ കുറിച്ച് കുറച്ച് പറയണമെന്നുണ്ടായി. സോ അതുകൊണ്ട് ചെയ്ത വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഇതിലും മെച്ചമായിട്ടൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.